إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഇമാം പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിലോ ളുഹ്ർ, അസ്ർ, പിന്നെ മഗ്രിബിന്റെ മൂന്നാമത്തെ റക്അത്ത്, ഇശാഇന്റെ അവസാനത്തെ 2 റക്അത്ത്, ഇതെല്ലാം പതുക്കെ ഓതുന്ന നമസ്കാരം. അങ്ങനെയുള്ള നമസ്കാരങ്ങളിൽ എല്ലാവരും എന്ത് ചെയ്യണം? ഓതണം. നേരത്തെ പറഞ്ഞ തർക്കം എവിടെയാ? ഓതണോ ഓതണ്ടേ, കേട്ടാൽ മതിയോ തർക്കം ഇമാം ഉറക്കം ഓതുന്നതിലാണ്. പതുക്കെ ഓതുന്ന നമസ്കാരത്തിൽ അവിടെ ഹദീസ് അനുസരിച്ച് മഅ്മൂമുകൾ ഓതേണ്ടതുണ്ട്. അത് വേറെ ഹദീസുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ളുഹ്റിലും അസ്റിലും ഇമാമിന്റെ പിന്നിൽ ആദ്യത്തെ 2 റക്അത്തിൽ ഞങ്ങൾ ഫാത്തിഹത്തിൽ കിതാബ് ഓതാറുണ്ടായിരുന്നു. കാരണം എന്താ, അവിടെ നബി ഉറക്കമൊന്നുമില്ല. വഫിൽ ഉഖ്റയൈനി ബിഫാത്തിഹത്തിൽ കിതാബ്, ബാക്കി 2 റക്അത്തിലും ഞങ്ങൾ ഫാത്തിഹത്തിൽ കിതാബ് ഓതാറുണ്ടായിരുന്നു. കാരണം ഇമാം ഉറക്കമൊന്നുമില്ല. ഇവിടെ ളുഹ്റു അസ്റേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഇതല്ലാത്ത പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിലും എന്ത് ചെയ്യണം? ഓതണം. പിന്നെ ശൈഖ് അൽബാനി ഇവിടെ വിശദീകരിക്കുന്നത്, ആളുകള് തശ്വീഷാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ചോദിച്ചല്ലോ, ഒമാലി ഉനാസ. അതുപോലെ വേറെ റിപ്പോർട്ടിൽ ഖദ് അറഫ്തു അന്ന റജുലൻ ഖാലജനീഹ, നബി ഓതുമ്പോൾ ബാക്കിൽ ഒരാള് കുറച്ച് ഒച്ചത്തിൽ ഓതി. അപ്പൊ നബി നിസ്കാരം ഞാൻ ചോദിക്കുകയാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരാൾ എന്നോട് തർക്കിക്കുന്നു. ആ തർക്കം തന്നെ വാദപ്രതിവാദ അല്ല, നബി ഓതുന്നതിന് അതുപോലെ ശബ്ദം ഉയർത്തിയിട്ട് വേറൊരാൾ ഓതുക. ഹലത്തും അലയ്യൽ ഖുർആൻ, നിങ്ങൾ എന്റെ മേൽ ഖുർആൻ കൂട്ടിക്കലർത്തി എന്ന് പറഞ്ഞാൽ എന്റെ ഓത്തിനോട് നിങ്ങൾ ഓത്തുകൂടി നിങ്ങൾ കലർത്തി. അപ്പൊ തശ്വീശായി. അപ്പൊ അങ്ങനെ തശ്വീശാക്കാതിരിക്കാനാണ് ബേക്കിലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓതാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് ഉറക്കെ ഫാത്തിഹ പതുക്കെ ഓതണം. അല്ലാത്തത് ഇമാം സൂറത്ത് ഓതുമ്പോൾ മഅ്മൂം എന്ത് ചെയ്യാം? അവിടെ പതുക്കെ ഓതേണ്ടതില്ല. ചില ആളുകളൊക്കെ അറിയുന്ന സൂറത്താണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഓതുന്നേക്കാം. അത് പാടില്ല, അത് വിലക്കിയതാണ്. അത് നേരത്തെ പറഞ്ഞ ആയത്തിന്റെയും ഹദീസിന്റെയും പരിധിപ്പെടും. ഫാത്തിഹ ഒഴിച്ച് ഇമാം ഉറക്കെ ഓതുമ്പോൾ അറിയുന്ന സൂറത്ത് ആണെങ്കിൽ പോലും തൊള്ള പൂട്ടി മിണ്ടാടക്കുക, ചുണ്ടുകൊണ്ട് ഓതേണ്ടതില്ല. ഫസ്തമിഉ വ അൻസിതു, മൗനം പാലിക്കുക, ശ്രദ്ധിക്കുക. അപ്പൊ ചുണ്ടും പൂട്ടി കേട്ടുന്നാ മതി. അവിടെ ഉറക്കയോ പതുക്കെയോ ഓതാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു ഫൽയൻദുർ ബിമാ യുനാജിഹി ബിഹി വലാ യജ്ഹറു ബഅദുകും അലാ ബഅദിൻ ബിൽ ഖുർആൻ. നമസ്കരിക്കുന്നവൻ അവന്റെ റബ്ബിനോട് മുനാജാത്ത്, സംസാരം നടത്തുകയാണ്, സ്വകാര്യ സംഭാഷണം നടത്തുകയാണ്. അതുകൊണ്ട് എന്തൊരു കാര്യവുമായിട്ടാണോ അവൻ അവന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്തുന്നത്, സംഭാഷണം നടത്തുന്നത് എന്നവൻ ആലോചിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഖുർആൻ ഉറക്കെ ഓതരുത്. ഒരാൾ ഉറക്കെ ഓതുമ്പോൾ മറ്റേ ഉറക്കോതാൻ പാടില്ല. ഒന്നുകിൽ കേട്ടുക, അല്ലെ രണ്ടാളും, എത്ര ആളുണ്ടോ അത്രയും ആളുകൾ മൗനത്തിൽ ഓതുക. ഇപ്പൊ ഇത് നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയത്തും ഈ മര്യാദ പാലിക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം, ഈ ഇമാമിന്റെ ഓത്ത് മഅ്മൂമിന്റെ ഓത്ത് കൂടിയാണ് എന്ന ഹദീസ് ആര് തെളിവാക്കിയിട്ടുണ്ട്? ഷെയ്ഖ് അൽബാനി തെളിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഉസൈമീനും ഇബ്നു ബാസും അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും എന്ത് പറഞ്ഞു? ആ ഹദീസ് ലൈഫാണ്. അപ്പൊ ഇമാമിന്റെ ഓത്ത് മഅ്മൂമിനുള്ള ഓത്തുകൂടിയാണ് എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ള ഹദീസിനെ സംബന്ധിച്ച് മറ്റ് പണ്ഡിതന്മാർ ഇബ്നു ബാസ്, ഉസൈമീൻ റഹിമഹുമുള്ള അടക്കമുള്ള ആളുകൾ അത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി തന്നെ അദ്ദേഹത്തിന്റെ സിൽസിലയിൽ സിൽസിലത്തുൽ അഹാദീസ് എന്ന് പറയുന്ന അസ്സഹീഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ റിവായത്തും കൊടുത്ത് തന്നെ ചർച്ച നടത്തും. ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത്, ഈ ഹദീസ് സ്വഹീഹാണ്. നമ്മുടെ അടുക്കൽ ഒരുപാട് തുറുക്കുകൾ ഇതിനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പരമ്പരകളിലൂടെ ഈ പറഞ്ഞ ഹദീസ് വന്നിട്ടുണ്ട്. ഏത് ഹദീസ്? ഇമാമിന്റെ ഓത്ത് മഅ്മൂമിന് കൂടിയുള്ള ഓത്താണ്. അപ്പൊ ഇമാം ഓതുമ്പോൾ മഅ്മൂം ഓതേണ്ടതില്ല. അപ്പൊ അതിൽ ഫാത്തിഹയും പെടും എന്ന് പറയുന്ന. എന്നിട്ട് അദ്ദേഹം പറയാണ്, സൈലഈ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ സനദുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അൽ ഇർവാ എന്ന് പറയുമെങ്കിൽ ഇർവാ ഉൽ ഖലീൽ എന്ന് പറയുന്ന ഷെയ്ഖ് അൽബാനിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ
അദ്ദേഹം പറയാണ് ഞാനത് 493 നമ്പറിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം നോക്കുക, വഹുവ വഇൻ കാനത് ലാ തഖ്ലൂ മിൻ ലഅഫിൻ വലാകിന്നഹു ലഅഫുൻ മുൻജദിറുൻ. ഏതൊക്കെ സനദിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ടോ ആ സനദുകളൊന്നും ദുർബലതയിൽ നിന്ന് മുക്തമല്ല. ശൈഖ് അൽബാനി തന്നെ പറയാണ് എല്ലാ സനദിലും എന്തുണ്ട്? ളുഅ്ഫുണ്ട്. പിന്നെ എന്തുകൊണ്ട് അൽബാനി ഇത് സഹീഹാണ് അല്ലെങ്കിൽ ഹസനാണ് എന്ന് പറഞ്ഞു? അത് അൽബാനിന്റെ സ്വന്തം നിലപാടല്ല. ദുർബലതയുള്ള റിപ്പോർട്ടുകൾ ഒന്നിലുള്ള ദുർബലതയെ മറ്റൊരു റിവായത്ത് കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ, അതാണ് ഗുരുതരമായ ദുർബലതയാണെങ്കിൽ പറ്റൂല. ചെറിയ ചെറിയ ദുർബലതയാണെങ്കിൽ ഒന്നിന്റെ പോരായ്മയെ വേറൊരു സനദൻ കൊണ്ട് എന്ത് ചെയ്യാം? ബലപ്പെടുത്താൻ പറ്റും. ഇത് എല്ലാവരും അംഗീകരിച്ച തത്വമാണ്. പക്ഷെ ചില ആൾക്കാർ അൽബാന്റെ മേൽ മാത്രം ഇടും, എന്നിട്ട് പറയും കുറേ ദുർബലത കൂടിയിട്ട് മൂപ്പര് സഹീഹാക്കും എന്ന് പറയാറില്ല. അങ്ങനെ തത്വമൊന്നും അൽബാനി ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഈ ദുർബലതകളെ ഈ എല്ലാ സനദും കൂടി കൂടിച്ചേരുമ്പോൾ പരിഹരിക്കാൻ പറ്റും. ആ നിലക്കാണ് ശൈഖ് അൽബാനി ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇത് സ്വീകാര്യോഗ്യമാണ് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് മറ്റു പണ്ഡിതന്മാർ എതിർത്തു? ഇതിനേക്കാൾ ബലപ്പെട്ടതാണ് മറ്റ് ഹദീസുകൾ. ഇത് ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. അപ്പൊ ആ തർക്കമില്ലാത്ത ബലപ്പെട്ട ഹദീസിൽ നിന്ന് ആ ഹുക്കുമിനെ മാറ്റാൻ മാത്രം ഏത് ബലമില്ല? ഈ ദുർബലതകളുള്ള ഹസനായി വന്നു എന്ന് അൽബാനി പറയുന്ന ഹദീസ് അതിന് മാത്രം ശക്തമുള്ളതല്ല. കാരണം എല്ലാ സനദിലും എന്തുണ്ട്? ചെറുതാണെങ്കിലും ദുർബലതയുണ്ട്. അപ്പൊ അൽബാനി തന്നെ ഇതിന്റെ പരമ്പരകളെല്ലാം കുറ്റമറ്റതാണ് എന്ന് പറഞ്ഞിട്ടില്ല.